ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സർവകൃപാലുവായ ദൈവത്തിന് സർവമഹത്വവും ബഹുമാനവും സ്തുതിയും ഈ പ്രഭാതത്തിൽ വീണ്ടും അർപ്പിക്കുന്നു. തൃപ്പാദം എന്ന ഈ ശുശ്രൂഷയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം ആണല്ലോ ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കർത്താവായ യേശുവിന്റെ ജനനം എന്ന വിഷയം നാം പഠിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായിട്ട് തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1-3 വരെയും 14 വാക്യവുമാണ് ഇവിടെ നമ്മൾ കേട്ടത്. അതെ, നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പ് അവിടുന്ന് വചനമായിട്ട് ഉണ്ടായിരുന്നവനാണ്. ഉണ്ടായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് ദൈവം കർത്താവിന് ഒരു ശരീരം ഒരുക്കി. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് ഒരു ശരീരം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിന്റെ ശരീരം ഒരുക്കപ്പെട്ട ശരീരമായിരുന്നു. അങ്ങനെ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു എന്ന വചനപ്രകാരം കർത്താവായ യേശു കന്യകയുടെ മകനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. നമ്മെപ്പോലെ കർത്താവായ യേശു ജനിക്കുകയും വളരുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് പോലെ കന്യകയാകുന്ന മറിയ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചു. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാമത്തെ വാക്യം, യെശയ്യാപ്രവാചകൻ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പ്രവചിച്ചതുപോലെ കന്യകയാകുന്ന മറിയം ഗർഭിണിയായി തീരുകയാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള ജനനം ആയിരുന്നു. അതൊരു അത്ഭുത ജനനമായിരുന്നു. അപ്പോൾ തന്നെ മാനുഷികമായി നമ്മൾ കടന്നു പോകുന്ന എല്ലാ നിലയിലും കർത്താവായ യേശു കടന്നു പോകുകയായിരുന്നു. മറിയം കർത്താവിനെ ഗർഭത്തിൽ വഹിക്കുന്ന സമയത്ത് 3 മാസം തൻ്റെ ബന്ധുവാകുന്ന സ്നാപക യോഹന്നാന്റെ അമ്മയുടെ വീട്ടിൽ മറിയ താമസിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 56-ൽ വായിക്കുന്നു. അതിൽ നിന്നും താൻ ദൈവദൂതന്റെ നിയോഗപ്രകാരം ഗർഭിണി ആയതിനു ശേഷം 3 മാസം വരെ യോഹന്നാൻ സ്നാപകന്റെ അമ്മയാകുന്ന എലിസബത്തിനോടൊപ്പം താമസിക്കുകയായിരുന്നു. അതിനുശേഷം പ്രസവത്തിനുള്ള കാലം തികഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രസവത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ, ഈ വാക്യങ്ങളിൽ നിന്നും കന്യകയാകുന്ന മറിയത്തിൽ കൂടി മറിയ ഗർഭിണിയായി ഓരോ മാസങ്ങളായിട്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്ന പൈതൽ മറിയയുടെ ഉദരത്തിൽ വളർച്ച പ്രാപിച്ച് നമ്മെ ഒരമ്മ ചുമന്ന് 10 മാസം ചുമന്ന് പ്രസവിക്കുന്നത് പോലെ മറിയ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ തൻ്റെ ഉദരത്തിൽ 10 മാസം വഹിക്കുകയും മാത്രമല്ല പ്രസവിക്കുകയും ചെയ്തു. പ്രസവത്തിനുള്ള കാലം തികഞ്ഞു എന്നുള്ള കാര്യം പ്രത്യേകമാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ കർത്താവിനെ, അതായത് യേശു എന്ന പൈതലിനെ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യം, 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ദൈവാലയത്തിൽ കൊണ്ടുപോയി 8-ാം നാളിൽ യഹൂദന്മാർ അനുസരിക്കേണ്ടതായിരിക്കുന്ന പരിച്ഛേദന അർപ്പിക്കുന്നു. കുഞ്ഞിനു വേണ്ടി ചെയ്യേണ്ടതായിരിക്കുന്ന യാഗങ്ങളെല്ലാം അവിടെ അർപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവായ യേശു പൈതലായി നമ്മെപ്പോലെ തന്നെ വളരുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന വചനഭാഗമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം നമ്മുടെ കർത്താവ് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവ്
നമ്മെപ്പോലെ തന്നെ വളർന്ന വ്യക്തിത്വമാണ്. മറിയത്തിന്റെ മകനായി ഗർഭിണിയായ മറിയയിൽ കൂടി മാസങ്ങൾ തികഞ്ഞ് ഈ ലോകത്തിൽ നമ്മെപ്പോലെ മറിയം യേശു കർത്താവിനെ പ്രസവിക്കുന്നു. മാത്രമല്ല, കർത്താവ് നമ്മെപ്പോലെ ഒരു ശിശു കടന്നു പോകുന്ന എല്ലാ അവസ്ഥയിലും കൂടി കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ ഹെരോദ രാജാവ് കർത്താവിനെ കൊല്ലുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ആ സമയത്ത് പൈതലാകുന്ന കർത്താവായ യേശുവിനെയും കൊണ്ട് വളർത്തച്ഛനായിരിക്കുന്ന യോസഫും മറിയയും മിസ്രൈം എന്ന ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഹെരോദാവ് കൊന്നുകളയാനായിട്ട് കൽപ്പന പുറപ്പെടുവിക്കുന്നത്. മത്തായി സുവിശേഷം 2:16 ഈ ഭാഗത്തു നിന്നും നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് 2 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് തൻ്റെ വളർത്തച്ഛനായിരിക്കുന്ന യോസഫും തൻ്റെ അമ്മയായിരിക്കുന്ന മറിയയും ചേർന്ന് മിസ്രൈമിലേക്ക് പോയത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് തിരുവചനത്തിൽ കൂടി ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് മാസം തികഞ്ഞ് പ്രസവിച്ച് കുഞ്ഞിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് വളർത്തുന്നത് പോലെ കർത്താവായ യേശുവിന് വേണ്ടി എല്ലാം ചെയ്തു. കർത്താവ് ജനിക്കുന്ന സമയത്ത് ഒരു കിടക്കയോ മെത്തയോ ലഭിച്ചില്ല. അതുകൊണ്ട് പുൽക്കൂട്ടിലാണ് കർത്താവായ യേശുവിനെ കൊണ്ടുപോയിട്ട് കിടത്തിയത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോയി പശുക്കൂട്ടിൽ കിടത്തുന്നു. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മെ പോലെ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചു. എന്നാൽ സാധുക്കളിൽ സാധുവായി അവിടുന്ന് പുൽക്കൂട്ടിൽ കിടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മുടെ കർത്താവ് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് സമ്പൂർണമായി ഒരു മനുഷ്യ കുഞ്ഞായിട്ട് തന്നെയാണ് ഈ ലോകത്തിൽ ജനിച്ചതും അതിനുശേഷം വളർന്നതും മാത്രമല്ല ബാലനായ യേശുവായി മാറിയതും. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ പൈതലായ യേശു എന്ന് രേഖപ്പെടുത്തിയതായിരിക്കുന്ന ലൂക്കോസ് പിന്നീട് പറയുന്നത് ബാലനായ യേശു, 12 വയസ്സുള്ള യേശു എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ജനനവും അതിനുശേഷമുള്ള ജീവിതവും മാത്രമല്ല വയസ്സും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഒരു സമ്പൂർണ്ണ മനുഷ്യ കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിച്ച് നമ്മെപ്പോലെ സമ്പൂർണനായി സമ്പൂർണ്ണ മനുഷ്യത്വമുള്ളവനായി ഈ ഭൂമിയിലെ പൈതലായ യേശു, ബാലനായ യേശു എന്ന നിലയിൽ അവിടുന്ന് വളർന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വം നമ്മൾ പഠിക്കുമ്പോൾ ആദ്യ ഭാഗമായി പൈതലായ യേശുവിനെ കുറിച്ചും ബാലനായിരിക്കുന്ന യേശുവിനെ കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കുന്നു. വരുന്ന ദിവസങ്ങൾ കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗം പഠിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ തിരുവചനങ്ങളാൽ ഈ പ്രഭാതത്തിൽ എല്ലാ നന്മകളും നൽകി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.